ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ശ്രാവൺ ഗെയിമിൽ പുതിയ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് 1v1 വിത്ത് എൻസോ. ഓക്കെ, അപ്പോൾ നമ്മൾ എൻസോയിലൂടെയാണ് 1v1 കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് തന്നെ 2v1 കളിക്കാനാണ് വെച്ചത്. എന്ന് വെച്ചാൽ എൻസോ ഒറ്റയ്ക്ക്, ഞാനും എൻ്റെ അനിയനും പിന്നെ എൻ്റെ അനിയനാണെങ്കിൽ പറഞ്ഞ് അവൻ ഇറങ്ങുവാന്ന് പറഞ്ഞ് അവന് ചുമ്മാ അവൻ എൻസോനെ കൊണ്ട് 2v1 കളിക്കാമെന്ന് വെച്ചിട്ട് അവൻ ഇറങ്ങിപ്പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ 1v1 കളിച്ചപ്പോൾ ഫസ്റ്റ് റൗണ്ടാണ് ഇതിപ്പോൾ. ഫസ്റ്റ് റൗണ്ട് അവൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ ഈ കളി ജയിച്ചാലും അത് ഞാൻ ജയിച്ച പോലെ ആവത്തില്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഡിവൈസ് ഉണ്ട് ഇപ്പം, പക്ഷെ അവന് നല്ല ഡിവൈസ് ഇല്ല. അവൻ ഇത്രയും പൊട്ട ഡിവൈസിലാണെങ്കിലും അവൻ നന്നായിട്ടാണ് കളിക്കുന്നത്. അവൻ ചെറുക്ക സീനാണ് ഗൈസ്. അവൻ ഭയങ്കര വിഷയം കളിയാണ്. ഓക്കെ, അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവൻ ഒത്തിരിയും ദിവസമായി, മാസങ്ങളായി പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അവൻ്റെ പഴയ അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് പോയി ഗൈസ്. ഓക്കെ, അവൻ്റെ ഫസ്റ്റ് പേര് കൊടുത്ത് വാങ്ങിച്ച അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് പോയി ഒരു ഹാക്കർ. പക്ഷേ ഇപ്പം പുതിയ അക്കൗണ്ട് എടുക്കാൻ പോകുന്നു. പക്ഷേ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ. അവനിപ്പോൾ പുതിയ അക്കൗണ്ടാണ് അവൻ്റെ. യൂട്യൂബിലായാലും ഞാൻ പറഞ്ഞ ഫ്രീ ഫയറിലെ അക്കൗണ്ട് അടിച്ചു എന്നാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കളിയിലോട്ട് വരുവാണെങ്കിൽ സെക്കൻഡ് റൗണ്ടായി ഗൈസ്. അപ്പം സെക്കൻഡ് റൗണ്ട് അവൻ കയറുവാണ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ അവൻ്റെ അക്കൗണ്ട്. അപ്പം അവനധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ലിങ്ക് തരാം. ഓക്കെ, പോസ്റ്റ് ചെയ്യാം, ഡിസ്ക്രിപ്ഷനും കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ രണ്ടുപേരും റഷ് ചെയ്താണ് കളിക്കുന്നത്. ഞാൻ M8 വെച്ച് ഷോട്ട് കൊടുക്കാൻ നോക്കി പറ്റിയില്ല. സെക്കൻഡ് ഷോട്ട് കൊടുക്കാൻ നോക്കി അതും പറ്റിയില്ല. ഡെസേർട്ട് വെച്ച് കൊടുക്കാൻ നോക്കി അതും പറ്റിയില്ല ഗൈസ്. ഇവ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് കണ്ടോ ഗൈസ്, അടിച്ച് ഞാൻ പറഞ്ഞില്ലേ, നിൽക്കുന്ന കണ്ടിട്ട് ആരും ഇതാക്കണ്ട. നെറ്റിൻ്റെ പിങ് പ്രശ്നമാണ്. ഓക്കെ, പിങ് ആണ് അവൻ്റെ മെയിൻ പ്രശ്നം ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വീഡിയോക്ക് അധികം വ്യൂസ് കിട്ടിയില്ല, കുഴപ്പമില്ല. പക്ഷേ ഇനി നിങ്ങൾക്ക് വ്യൂസ് ആയിട്ട് സമയമുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ എടുക്കുന്ന ഗണ്ണെന്ന് വെച്ചാൽ വുഡ്പാക്കർ ഡെസേർട്ട് M80 ഉള്ളി. ഓക്കെ, അപ്പം നമ്മൾ അത്രേ ഉള്ളൂ. വുഡ്പാക്കർ ഡെസേർട്ട് M80 വിട്ടൊരു കളിയില്ല. ഓക്കെ ഗൈസ്, അപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ ഇതൊരു ഷോർട്സ് വരുന്നുണ്ട്, ഒത്തിരിയും വീഡിയോസ് ഇന്നും വരുന്നുണ്ട്. ഇന്നലെ ഞാൻ കുത്തിയിരുന്ന് ഒത്തിരിയും വീഡിയോ എഡിറ്റ് ചെയ്ത് വിട്ടു, എൻ്റെ ഫസ്റ്റ് ചാനലിൽ വിട്ടു ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ചാനലിലെ വീഡിയോ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ടാണ്, നേരെ എൻ്റെ ഫസ്റ്റ് ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ചാനൽ ഈ ചാനൽ പുതിയതായിട്ട് ആരും കാണത്തില്ലായിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പം അവൻ കയറുന്നുണ്ട്. ഞാൻ ഡെസേർട്ട് വെച്ച് അടിക്കാൻ നോക്കി, വുഡ് പാക്കർ വെച്ച് അടിക്കാൻ നോക്കി, കിട്ടിയില്ല. പിന്നെ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്ത് അവൻ കയറുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇതായിട്ടാണ് കളിച്ചത് കേട്ടോ. ഞാൻ അത് സീരിയസ് ആയിട്ടൊന്നുമല്ല, കുറച്ച് ഇതായിട്ടാണ് കളിച്ചത്. കണ്ടോ അവൻ്റെ പിങ് ഉണ്ടോ, അവൻ പിങ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ കളിക്കുന്ന ഒരാളെ അല്ല, പിങ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ 58 ഗ്രാം എടുത്തപ്പോൾ വേണ്ട അവൻ പിങ് ആയതുകൊണ്ടാണ്. പക്ഷെ ഞാൻ അടിച്ചിട്ട് ചോദിച്ചു. ഓക്കെ, അവനെ അടിച്ചിട്ട് അവന് പിങ് ആയതുകൊണ്ട് അവൻ പിങ് ആയിട്ടും അവൻ എന്നെ 2 റൗണ്ട് ഈസി ആയിട്ട് അടിച്ചു ഗൈസ്. അപ്പം നിങ്ങൾ ഈ സമയത്തൊന്ന് ഗസ് ചെയ്യുക ഗൈസ്, എത്ര റൗണ്ടിന് നമ്മൾ ജയിക്കുമില്ല അതോ അവൻ ജയിക്കുമെന്നൊക്കെ ഗൈസ്. അപ്പം അവൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു തന്നതാണ്. അവൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, പിന്നെ പോസ്റ്റ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് പവർ കാണിക്കാം. അപ്പം തേർഡ് റൗണ്ടായി ഗൈസ്. ഓക്കെ, അടുത്ത റൗണ്ട് ഈ റൗണ്ടും നമുക്ക് എടുക്കണം ഗൈസ്. ഓക്കെ, ഈ റൗണ്ട് എടുക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ ഓടി കയറി ചെല്ലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത റൗണ്ട് ഇപ്പോൾ റൗണ്ട് എന്ന് പറയുമ്പോൾ 2 റൗണ്ട് ഞാൻ എടുത്ത് 2 റൗണ്ട് അവൻ എടുത്തു ഗൈസ്. നമ്മൾ വുഡ് പാക്കർ വെച്ച് അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒത്തിരി നേരം തമ്മി അടിച്ച് ഇതുവരെ കളി കഴിഞ്ഞില്ല ഗൈസ്. ഓക്കെ, പിന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞങ്ങൾ അധികം ഷോർട്ട് റേഞ്ചർ എടുത്തതും ഇല്ല. ഇപ്പോഴാണ് ഞാൻ ഒന്ന് ഷോർട്ട് വെച്ച് അടിക്കുന്നത്. എന്താ വെച്ചാൽ M8 വെച്ച് അടിക്കുന്നത്. ഞാൻ ഫുള്ള് വുഡ് പാക്കർ ഡെസേർട്ട് വെച്ച് മാറി അടിക്കുകയാണ് തല കയറാൻ വേണ്ടി. പിന്നെ ഇവിടെ നിന്ന് പോയി, അവൻ പിങ്ങ ഇവിടെ നിന്ന് പോയി. പിന്നെ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ എന്തോ കാണിച്ചതെന്ന് എനിക്കും അറിഞ്ഞുകൂടാ, അറിയാതെ എൻ്റെ കൈ ഫയറിംഗ് ബട്ടൺ തൊട്ട്. പിന്നെ ഞാൻ അടിക്കാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ എൻ്റെ ഫയറിംഗ് ബട്ടൺ മാറി ഞാൻ സ്ക്രീനിൽ തൊട്ട്. പിന്നെ അതുമല്ലാതെ നമ്മൾ അടിക്കുകയും ചെയ്തു ഗൈസ് അവനെ. ഓക്കെ, അവന് പിങ്ങായി പിന്നെ ഓടിപ്പോയപ്പോഴാണ് നമ്മൾ അടിച്ചത്.
ഗൈസ് അവന് പിങ്ങൊക്കെ മാറിയിട്ട് നമുക്കൊരു കളി കളിക്കണം ഗൈസ്. ഓക്കെ, ഇതല്ല ഒരു നല്ല കിണ്ണം കളി നമുക്ക് കളിക്കണം. അവന് ചില സമയത്ത് ഇങ്ങനെ പിങ് വരും, ചില സമയത്തൊക്കെ പിങ് അവന് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് കളിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത റൗണ്ട് നമ്മൾ പിന്നെയും ഗ്ലൂ ഇട്ടൊക്കെ കളിക്കുകയാണ്. പിന്നെ അതുമല്ല ഈ റൗണ്ട് അവന് കുറച്ച് പിങ് മാറിയായിരുന്നു. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ റൗണ്ട് പിങ് ആയിരുന്നെങ്കിൽ ഈ റൗണ്ട് പിങ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇവനെ നോക്കി നിൽക്കുമ്പോൾ അവൻ അപ്പുറത്തോട്ട് ചാടി, ഞാൻ ഇങ്ങോട്ട് ഓടി വന്നപ്പോൾ തന്നെ അപ്പുറത്തോട്ട് ചാടി. ഓക്കെ, അപ്പം ഇപ്പം എൻ്റെ നെറ്റ് പോയതല്ല, ഞാൻ ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് പോയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കുറച്ച് നിന്നു പോയത്. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നു. ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ 3-2 പിന്നെ ഞങ്ങൾ വുഡ് പാക്കർ ഡെസേർട്ട് മാറി അടിക്കാൻ നോക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ഇപ്പം ഉണ്ടോ അവന് നിന്നു, അപ്പം ഞാൻ അടിക്കത്തില്ലേ, നമ്മൾ ഗൈസ്. അപ്പോൾ അടുത്ത റൗണ്ടായി നമ്മൾ നന്മ കാണിച്ച് പോയി ചത്തയാണ് ഗൈസ്. ഓക്കെ, അവനവിടെ നിന്നപ്പോൾ തന്നെ നമുക്ക് അടിക്കായിരുന്നു. ഓക്കെ, നമ്മളപ്പം അടിച്ചില്ല, അപ്പം നമ്മളെ അടിച്ചു. ഓക്കെ, അപ്പം അടുത്ത റൗണ്ട് നമ്മൾ അവനെ അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഒന്നും കയറുന്നില്ല ഗൈസ്, ഞങ്ങൾക്ക് രണ്ടരൊക്കെ ഒന്നും കയറുന്നില്ല. പക്ഷേ അവന് ഇച്ചിരിയൊക്കെ നന്നായിട്ട് കയറുന്നുണ്ട്, പക്ഷേ എനിക്ക് MIT ഒക്കെ എന്ന് വെച്ചാൽ ഒന്നും കയറുന്നില്ല ഗൈസ്. ഓക്കെ, കണ്ടോ, അവനെ അടിച്ചിട്ട് ഗൈസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ട് നമ്മൾ ഇങ്ങോട്ട് ഓടിപ്പോയപ്പോൾ അവൻ എന്നെ കറക്റ്റ് തലമുടി അടിച്ച് പൊട്ടിച്ച് ഗൈസ്, ഞാൻ അവനെ കണ്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത റൗണ്ട് നോക്കാം. അടുത്ത റൗണ്ട് ഒത്തിരി വട്ടം ഗ്ലൂ ഇട്ടൊക്കെ കളിച്ച് പിന്നെ അവസാനം വുഡ് പാക്കർ വെച്ച് ഒരു അടി കൊണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത റൗണ്ട് നമ്മൾ ഡെസേർട്ട് വെച്ച് കയറി അടിക്കാനുള്ള മൈൻഡിൽ പോവുകയാണ്. ഇപ്പം 4-5 ഗൈസ്. ഓക്കെ, 4-5. ഓക്കെ, അപ്പോൾ ഇവിടെ അവൻ ഗ്ലൂ ഇട്ട് അകത്തോട്ട് കയറിപ്പോയി. നമ്മൾ അവനെ തിരക്കി അകത്തോട്ട് കയറി പോകാൻ വന്നപ്പോൾ തന്നെ അവൻ ഫ്രണ്ടിൽ കയറി വന്ന് നമ്മളിപ്പോൾ ഒരു ഡെസേർട്ട് വെച്ച് അടിക്കാൻ നോക്കി കിട്ടിയില്ല. പിന്നെ ഒരു ഡെസേർട്ട് വെച്ച് അടിക്കാൻ നോക്കി അതും കിട്ടിയില്ല. പിന്നെ വുഡ് പാക്കർ വെച്ച് അടിക്കാൻ നോക്കി അതും കിട്ടിയില്ല. ഒന്ന് എയിം ലോക്കാവുന്ന പോലും ഇല്ല ഗൈസ്. ഒക്കെ ഇത് എയിം ലോക്കായി, പക്ഷേ ഹെഡ് കയറില്ല. പിന്നെ അവൻ ഓസ്കാർ ഇട്ട് ഞാൻ MIT വെച്ച് അടിക്കാൻ നോക്കി അത് കിട്ടിയില്ല. ഈ കളി നമ്മൾ MIT വെച്ച് ഒരടി പോലും അടിച്ചിട്ടില്ല അവന്. ഓക്കെ ഗൈസ്, അപ്പം ഒരടിയെങ്കിലും എനിക്ക് MIT വെച്ച് അടിക്കണം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത കളി അടിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത കളി നമുക്ക് MIT നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ട്രെയിനിങ്ങിലൂടെ പോയി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് MIT വെച്ച് കളിക്കാം. ഞാൻ നമുക്ക് സാറ്റർഡേ സൺഡേ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റൂ. അപ്പോൾ സാറ്റർഡേ സൺഡേ കളിച്ചും വീഡിയോ ചെയ്യുന്നതും 2 ദിവസം കഷ്ടപ്പെട്ട വീഡിയോ ചെയ്യണം, കളിക്കണം. റാങ്ക് പുഷൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യണം, പിന്നെ ഗിൽഡ് വാർ പുഷിങ്ങൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യണം. അപ്പം അതൊക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിന്നപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് റിപ്പയർ കിറ്റ് അടിച്ചു, അപ്പോഴത്തേക്ക് അവൻ്റെ നെറ്റ് പോയി ഗൈസ്. അപ്പം ഞാൻ അങ്ങ് അടിച്ചിട്ട് ഗൈസ് വുഡ് പാക്കർ വെച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ട് നോക്കാം ഗൈസ്. അപ്പോൾ അടുത്ത റൗണ്ട് നമ്മൾ കയറുവാണ്. അപ്പം അവൻ നമ്മുടെ ഫൈറ്റിംഗ് സ്പോട്ടിലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പം നമുക്കും ഫൈറ്റിംഗ് സ്പോട്ടിലോട്ട് കയറാം. ഇവിടെ വെച്ചടിക്കേണ്ട ഫൈറ്റിംഗ് സ്പോട്ട് വെച്ച് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഇതാണ് ഒബ്സർവേറ്ററിലെ ഫൈറ്റിംഗ് സ്പോട്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്, കളിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, നമ്മളിനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇവൻ ഇവിടെ പിങ്ങായി അവിടെ ജസ്റ്റ് നിന്നുപോയി. പിന്നെ അവൻ പിങ്ങ് മാറി കയറി വന്നപ്പോൾ ഞാൻ അവന് ഡെസേർട്ട് വെച്ചൊരു അടി കൊടുത്തു. ഓക്കെ, അപ്പം ഡെസേർട്ട് വെച്ച് അവൻ അടി കൊടുത്ത് നമ്മൾ 6 റൗണ്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അടുത്ത റൗണ്ട് തൊട്ട് അവൻ്റെ നെറ്റ് പോയി, അവൻ ബാക്കായിരുന്നു. അപ്പം ഇതിൻ്റെ ഫുൾ മാച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം ഇടാം. നമുക്ക് അവൻ്റെ പിങ്ങൊക്കെ മാറിയിട്ട് കിണ്ണമായിട്ട് കളിക്കുന്ന വീഡിയോ ഇടാം ഗൈസ്. ഓക്കെ, ബൈ.